പ്രിയപ്പെട്ട LPUP ഉദ്യോഗാർത്ഥികളെ LPUP വിജയപഥ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള സൂപ്പർ ചലഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സാമൂഹ്യ ശാസ്ത്രം എന്തിനെ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് പഠിച്ചത്. അതിനകത്തുള്ള എല്ലാ ഫാക്റ്റും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് മുന്നോട്ട് പോയത്. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ്സിലും ഞങ്ങൾ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കിനി സാമൂഹ്യ ശാസ്ത്രത്തിൽ രണ്ട് യൂണിറ്റുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. രണ്ട് ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സോഷ്യലൈസേഷൻ, മറ്റൊന്ന് ഫാമിലി. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു ലൈവ് ഒക്കെ പോയപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇതിന്റെ ക്ലാസ് ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ LPUP വിജയപഥ മാസ്റ്റർ ബാച്ച് 1.0 കുറിച്ച് കൂടി പറയുകയാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മൾ LPUP വിജയപഥ എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് റെക്കോർഡ് ക്ലാസ്സുകളായിട്ടാണ് എത്തിയതെങ്കിൽ LPUP വിജയപഥ മാസ്റ്റർ ബാച്ച് 1.0യുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി റാങ്ക് ഹോൾഡേഴ്സ് മേക്കിംഗ് ബാച്ച് എന്നറിയപ്പെടുന്ന ഈ ഒരു കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ലൈവ് ക്ലാസ്സുകൾ കൂടി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതായത് ഓരോ മന്തിനും ഓരോ സബ്ജക്റ്റിനാണ് ഫോക്കസ് നൽകുന്നത്. അതായത് ഈ ക്ലാസ് ഫസ്റ്റ് നമ്മൾ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് മന്ത് അടുത്ത രണ്ട് സബ്ജക്റ്റുകളുടെ ലൈവ് ക്ലാസ്സുകൾ ഫോക്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ലൈവ് മാത്രമേ ഉള്ളൂ എന്ന്. ഇല്ല, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. റെക്കോർഡ് ക്ലാസ് നിങ്ങൾ പഠിച്ചു പോകുന്നതിന് പുറമെയാണ് നിങ്ങൾക്ക് ഈ ഒരു ലൈവ് ക്ലാസ്സും വിത്ത് മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നത്. ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് മോക്ക് എക്സാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. 100 മാർക്കിന്റെ മോക്ക് എക്സാം ആണ്. വീക്ക്ലി 3 മോക്ക് എക്സാംസ് അല്ലെങ്കിൽ മോഡൽ എക്സാംസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. മാക്സിമം എൻട്രിയെ സംബന്ധിച്ചിടത്തോളം എൻട്രിയുടെ പല വിജയം നേടിയ ഉദ്യോഗാർത്ഥികളും പറയുന്നത് ഈ ഒരു മോഡൽ എക്സാം വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് മുൻകാലങ്ങളിൽ. കാരണം നെഗറ്റീവ് മാർക്ക് മാക്സിമം അവർക്ക് മാറി അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിൽ നിന്നൊക്കെ മാറി അതെങ്ങനെ ഓവർകം ചെയ്യണം എന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തത് ഈ ഒരു മോഡൽ എക്സാമുകളാണ്. അപ്പം മാക്സിമം എൻട്രി നൽകുന്ന മോഡൽ എക്സാംസ്, അതുപോലെ തന്നെ ലൈവ് എക്സാംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മാക്സിമം റിവിഷൻ ടെസ്റ്റ് ഇതൊക്കെ തന്നെ മാക്സിമം എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. ഒപ്പം മറ്റ് ക്ലാസ്സുകൾ പോലെ തന്നെ SCRT പാക്ക്, സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്താണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. സ്റ്റഡി നോട്ട്സും 10,001 സൈക്കോളജി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ബാനറിലെ ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ എന്താണ് സാമൂഹ്യവൽക്കരണം എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോഷ്യലൈസേഷൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സോഷ്യലൈസേഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഫാമിലി എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക് കൂടി നമുക്ക് പഠിക്കാനില്ലേ, അതും ഇതിന്റെ ഇടയിൽ കൂടി നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ പലരും ചോദിക്കാറുണ്ട് ഈ ഒരു ക്ലാസ്സിന്റെ നോട്ട് വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ്സിന്റെ നോട്ട് സാമൂഹ്യവൽക്കരണം, കുടുംബം, അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രം എന്തിന് ഈ 3 സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ 3 ടോപ്പിക്കിന്റെ നോട്ടും ഇതിന്റെ PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമന്റിൽ ഞങ്ങൾ നൽകിയിരിക്കുന്ന ഒരു ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ കഴിയുന്നതുമാണ്. അതുകൂടി ഒന്ന് ഓർക്കുക. ഓക്കെ, സമൂഹവൽക്കരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതായത് ഒരു പ്രോസസ് ആയിട്ടാണ് എന്ത് വിളിക്കപ്പെടുന്നത്, സാമൂഹീകരണം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ജനിച്ചു വീഴുന്ന അന്ന് മുതൽ അഡോളസന്റ് ഏജ് വരെയാണോ നടക്കുന്നത്? അല്ല, ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്, പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്, പ്രക്രിയയാണ്. ഒരു വ്യക്തി ഒരു സൊസൈറ്റിയിലേക്ക് ജനിച്ചു വീഴുന്നു. ആ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടുകൾ അവൻ അറിയാതെ തന്നെ അവൻ എന്ത് ചെയ്യുന്നു, അത് മനസ്സിലാക്കുന്നു. അമ്മ എന്നും അച്ഛ എന്നൊക്കെ വിളിക്കുന്നില്ലേ, ആ ലാംഗ്വേജ് പോലും അവൻ എന്ത് ചെയ്യുന്നു, പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സാമൂഹ്യവൽക്കരണം എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തിയുടെ ലൈഫിൽ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് എന്തെന്നറിയപ്പെടുന്നത്, സാമൂഹീകരണം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്നറിയപ്പെടുന്നത്. മനുഷ്യനെ ഒരു സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നത് ഏതാണ്, സാമൂഹീകരണമാണ്. മനുഷ്യനെ സോഷ്യൽ അനിമൽ ആക്കി മാറ്റുന്നു. ഒരു വ്യക്തിയെ സോഷ്യൽ അനിമൽ ആക്കി മാറ്റുന്നത് ഏതാണ്, സാമൂഹീകരണമാണ്.
നിങ്ങൾക്കറിയാം ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന ജംഗിൾ ബുക്ക് സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സിനിമയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ കഥാപാത്രമായിട്ടുള്ള മൗഗ്ലിയുടെ പെരുമാറ്റം എന്ന് പറയുന്ന ബിഹേവിയർസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. കാട്ടിലാണ് അവൻ വസിക്കുന്നത്. കാട്ടിലുള്ള ജീവജാലങ്ങളുടെ പെരുമാറ്റം, വെള്ളം കുടിക്കുന്ന രീതി, ഇവയൊക്കെ അവൻ ഒബ്സർവ് ചെയ്യുകയും അതുപോലെ അവൻ ഇമിറ്റേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതുപോലെ അവൻ പെരുമാറുകയും ചെയ്യുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദാറ്റ് ഈസ് സാമൂഹിക വൽക്കരണമാണ് അവിടെ നടക്കുന്നത്, അല്ലെ? മൗഗ്ലിയുടെ ജീവിതത്തിൽ, മൗഗ്ലിയുടെ സ്വഭാവത്തിൽ എന്തുണ്ടാകുന്നു? അവൻ ഏത് സൊസൈറ്റിയിലാണോ നിന്നത് ആ സൊസൈറ്റി അവൻ കണ്ടുപഠിക്കുകയും അത് അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സാമൂഹീകരണം എന്ന് പറയുന്നത് എന്തായിട്ടാണ് പറയുന്നത്? ഒരു പ്രോസസ് ആയിട്ട് പറയുന്നു. മനുഷ്യനെ സാമൂഹിക ജീവിയാക്കി മാറ്റുന്ന പ്രക്രിയയായിട്ട് വിളിക്കപ്പെടുന്നതും ഏതാണ്? സാമൂഹീകരണം എന്ന് പറയുന്നതാണ്. ഇനി സാമൂഹികവൽക്കരണം എന്നാൽ എന്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്ന. പരീക്ഷിക്കുന്ന എന്നാൽ എന്ത് എന്ന് നമ്മോട് ചോദിക്കാറില്ല. പക്ഷേ ഇതിന്റെ ഓരോ ഫാക്റ്റും നമുക്ക് പ്രസ്താവന രീതിയിലെ ചോദ്യങ്ങളായിട്ടൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരാവുന്നതുമാണ്. അപ്പൊ സാമൂഹികവൽക്കരണം എന്നാൽ എന്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് NCERT SCERT +1 സോഷ്യോളജി ടെക്സ്റ്റ് ബുക്കിന്റെ ഫാക്റ്റുകൾ കൂടിയാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാക്സിമം ഫാക്റ്റ് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എടുത്തിരിക്കുന്നത്. മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹികവൽക്കരണം. പഠിച്ചു കഴിഞ്ഞു. ഒരു കുട്ടി ജനിച്ചു വളർന്നു വരുമ്പോൾ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കുറിച്ച് അവൻ സ്വയം ബോധവാനായി തീരുന്നു. അല്ലേ? മൗഗ്ലി എന്ന് പറയുന്ന കുട്ടി ജനിച്ചത് കാട്ടിനുള്ളിലാണ്. അവന് ജനിച്ച് വളർന്നു വരുമ്പോൾ അവൻ ജീവിക്കുന്ന സമൂഹത്തെ കുറിച്ച് അവൻ എന്ത് ചെയ്യുന്നു? സ്വയം ബോധവാനായി തീരുകയും അറിവുള്ള വ്യക്തിയായി തീരുകയും സംസ്കാരത്തിന്റെ രീതികളിൽ പരിശീലനം നേടുകയും ചെയ്യുന്നു. ഇവിടെ പറയുന്നു സംസ്കാരത്തിന്റെ രീതിയിൽ പരിശീലനം നേടുകയും ചെയ്യുന്നു. ഇതെന്താ സംസ്കാരത്തിന്റെ രീതിയിൽ പരിശീലനം നേടുന്നു? നിങ്ങൾക്ക് തന്നെ അറിയാം, സൗത്ത് ഇന്ത്യൻ സൊസൈറ്റി, നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ സൊസൈറ്റി, നോർത്ത് ഇന്ത്യൻ സൊസൈറ്റി, ഇവിടുത്തെയൊക്കെ സംസ്കാരങ്ങൾ, കൾച്ചർ എന്ന് പറയുന്നത് ഒന്നാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? അല്ല, ഡിഫറൻ്റ് ആണ്. യൂറോപ്യൻ സൊസൈറ്റിയുടെ സംസ്കാരമല്ല നമുക്ക് ഇന്ത്യൻ സൊസൈറ്റിയിൽ കാണാൻ കഴിയുന്നത്. അല്ല, ഇന്ത്യൻ സൊസൈറ്റിയുടെ സംസ്കാരമല്ല അമേരിക്കൻ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അമേരിക്കൻ സൊസൈറ്റിയിൽ വളരുന്ന ഒരു കുട്ടി ആ സംസ്കാരത്തിന്റെ, അമേരിക്കൻ സൊസൈറ്റിയുടെ സംസ്കാരത്തിന്റെ രീതികളിൽ പരിശീലനം നേടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന? സാമൂഹികവൽക്കരണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പഠിക്കുന്നു. എന്താണ് സംസ്കാരം, എന്താണ് കൾച്ചർ എന്നുള്ളത് കൂടി നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണ്. നമുക്ക് പഠിക്കാനൊന്നുമില്ല, പക്ഷെ നമ്മൾ അതുകൂടി ഇവിടെ മനസ്സിലാക്കുന്നു. സംസ്കാരത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിയെ മൗൾഡ് ചെയ്യുന്നു, രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹികവൽക്കരണം എന്നിവിടെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആ സംസ്കാരം എന്താണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് ഈസ് എ കോംപ്ലക്സ് ആയ ഒരു ഫിനോമിനയാണ്. കൾച്ചർ ഈസ് എ കോംപ്ലക്സ് ഫിനോമിന, അല്ലെ? സങ്കീർണമായ ഒരു പ്രതിഭാസം എന്നാണ് ആര് അവകാശപ്പെട്ടിരിക്കുന്നത്? എഡ്വേർഡ് ടെല്ലർ എന്ന് പറയുന്ന നരവംശ ശാസ്ത്രജ്ഞൻ അവകാശപ്പെട്ടിരിക്കുന്നത്. കൾച്ചർ ഈസ് എ കോംപ്ലക്സ് ഫിനോമിന. ഇറ്റ് ഇൻക്ലൂഡ്സ്, അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, സംസ്കാരത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? ഇൻക്ലൂഡ്സ്, അല്ലെ? മനുഷ്യൻ സമൂഹത്തിലെ ഒരംഗം എന്ന നിലയിൽ മനുഷ്യൻ ആർജിക്കുന്ന, അവൻ ഒരു സമൂഹത്തിൽ ജനിക്കുന്നു, അവൻ പല കാര്യങ്ങളും കാണുന്നു. മോറൽസ്, വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, ആചാരം, മറ്റു കഴിവുകൾ, ശീലങ്ങൾ, ഇവയൊക്കെ തന്നെ അവൻ കാണുന്നു. ഇവയൊക്കെ തന്നെ ഓരോ സമൂഹത്തിലും വ്യത്യസ്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ സൊസൈറ്റിയിലെ പോലെയല്ല നമുക്ക് അമേരിക്കൻ സൊസൈറ്റിയിലെ കാണുന്നത്, അതുപോലെയല്ല ഇന്ത്യൻ സൊസൈറ്റി കാണുന്നത്. ഇനി ഇന്ത്യൻ സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെ ഒരു കൾച്ചർ ഒന്നുമല്ല കേരള സൊസൈറ്റി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ കൾച്ചർ ഇസ് എ കോംപ്ലക്സ് ഫിനോമിന. ഇറ്റ് ഇൻക്ലൂഡ്സ് മോറൽസ്, വാല്യൂസ്, എനി അതർ ക്യാപ്പബിലിറ്റീസ്, അല്ലെ? ഒരു വ്യക്തിയെ അക്യൂർ ബൈ മെൻ ആസ് എ മെമ്പർ ഓഫ് സൊസൈറ്റി, ഒരു വ്യക്തിയെ സൊസൈറ്റിയുടെ ഭാഗമാക്കി മാറ്റുന്ന എന്തിനേയും സംസ്കാരത്തിന്റെ ഭാഗമാക്കി നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ സംസ്കാരം എന്ന് പറയുന്ന ആ വാക്കിനുള്ളിൽ എന്തൊക്കെ വരുന്നു? ഒരു വ്യക്തി ആർജിക്കുന്ന വിജ്ഞാനം, അവൻ ഏത് സമൂഹത്തിലാണോ ജനിച്ചു വീഴുന്നത് ആ സമൂഹത്തിൽ നിന്നും അവൻ ഒരുപാട് വിജ്ഞാനം ആർജിക്കുന്നു, വിശ്വാസം ആർജിക്കുന്നു. അവന്റെ ഏത് ഫാമിലിയിലാണ്, ഹിന്ദു ഫാമിലിയോ മുസ്ലിം ഫാമിലിയോ ക്രിസ്ത്യൻ ഫാമിലി ഏതോ ആകട്ടെ, ജൈനിസോ ബുദ്ധിസം ആകട്ടെ, അവിടെ നിന്ന് ഒരുപാട് വിശ്വാസങ്ങൾ അവൻ എന്ത് ചെയ്യുന്നു? പഠിച്ചെടുക്കുന്നു,
കല, എല്ലാ സൊസൈറ്റിയിലും ഒരുപോലെയുള്ള കലകളാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? സദാചാരങ്ങൾ ഒരുപോലെയാണോ കാണാൻ കഴിയുന്നത്? നിയമങ്ങൾ ഒരുപോലെയാണോ കാണാൻ കഴിയുന്നത്? ആചാരങ്ങൾ ഒരുപോലെയാണോ കാണാൻ കഴിയുന്നത്? മറ്റ് കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായിട്ടുള്ള ആകെ തുകയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ കഴിയുന്നത്? സംസ്കാരം എന്ന് വിളിക്കാൻ കഴിയുന്നത്. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് കൾച്ചർ ഈസ് എ കോംപ്ലക്സ് ഫിനോമിന എന്നാണ് പറയുന്നത്. ഈ സംസ്കാരം ഒരു കുട്ടി ഏത് സമൂഹത്തിലാണോ ജനിച്ചു വീഴുന്നത് അവിടെ നിന്ന് അവൻ എന്ത് ചെയ്യുന്നു? പഠിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൾച്ചർ എന്ന് പറയുന്നത്. ഈ കൾച്ചർ നമ്മൾ പഠിക്കാൻ കാരണം എന്ന് പറയുന്നത് സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഏജൻസികൾ ഏതെല്ലാം എന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സംസ്കാരം പഠിച്ചത്. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഒരു കുട്ടിയെ ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി അവൻ മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. ആ സാമൂഹ്യവൽക്കരണത്തിന് നയിക്കുന്ന പ്രധാനപ്പെട്ട ഏജൻസികൾ ഏതെന്ന് എക്സാമിന് നമ്മോട് ചോദിക്കാം. ഏതൊക്കെയാണ്? ഒരു കുട്ടിയെ സാമൂഹ്യവൽക്കരിക്കുന്ന ധാരാളം ഏജൻസികളും സ്ഥാപനങ്ങളും ഉണ്ട്. കുടുംബം, വിദ്യാലയം, സമപ്രായക്കാരുടെ സംഘം, അയൽപക്കം, തൊഴിൽ സംഘം, സാമൂഹ്യ വർഗങ്ങൾ, ജാതി, പ്രദേശം, മതം എന്നിവ അതിൽ ഉൾപ്പെടുന്നു. അല്ലെ? ഏതൊക്കെയാണ് വന്നത്? ഇത് നമ്മുടെ SCERT+1 ടെക്സ്റ്റ് ആയതുകൊണ്ട് മാക്സിമം പോയിന്റ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നിങ്ങൾ റാങ്ക് ഫയലിലൊക്കെ നോക്കുമ്പോൾ കുടുംബം, വിദ്യാലയം, സമപ്രായക്കാരുടെ സംഘം, അയൽപക്കം, തൊഴിൽ സംഘം ഇത്രയൊക്കെ കാണത്തുള്ളൂ. പക്ഷെ ഇവയെല്ലാം തന്നെ സാമൂഹ്യവൽക്കരണത്തിന്റെ ഏജൻസികളായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നമ്മുടെ SCERT+1 ടെക്സ്റ്റിൽ പറയുന്നത് കൊണ്ട് തന്നെ അത്രയും ഫാക്ട് ഞാൻ എടുത്തിരിക്കുന്നു. ഏതൊക്കെയാണ്? കുടുംബം, വിദ്യാലയം, സമപ്രായക്കാരുടെ സംഘം, അയൽപക്കം, തൊഴിൽ സംഘം, സാമൂഹ്യ വർഗങ്ങൾ, ജാതി, ഞാൻ നേരത്തെ പറഞ്ഞു പ്രദേശം, ഏത് പ്രദേശത്തിലാണോ ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് ആ പ്രദേശത്തിന്റെ സംസ്കാരം അവനിലേക്ക് വന്നു ചേരുന്നു. മതം, അവൻ ഏത് മതത്തിലാണോ ജനിച്ചു വീഴുന്നത് ആ മതത്തിന്റെ റിച്വൽസും പ്രാക്ടീസും കൾച്ചറും ഒക്കെ തന്നെ അവൻ ഫോളോ ചെയ്യുന്നു. ഇതൊക്കെ തന്നെ എന്തിൽ ഉൾപ്പെടുന്നു? സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഏജൻസി ആയിട്ട് ഉൾപ്പെടുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കുടുംബം എന്ന് പറയുന്നത്. നമുക്കറിയാം സാമൂഹ്യവൽക്കരണ പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് സാമൂഹ്യവൽക്കരണ പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണെന്ന് പറയുന്നത്? ഒരു കുട്ടി ജനിച്ച് വീഴുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലിലാണെന്ന് നിങ്ങൾ പറയും. പക്ഷേ ഒരു കുട്ടി ജനിച്ച് വീഴുന്നത് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് വ്യൂവിൽ കുടുംബത്തിലാണ് ജനിച്ച് വീഴുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ ആ കുട്ടി ആദ്യമായിട്ട് കാണുന്നത്, ആ കുട്ടി ആദ്യം ഒബ്സർവ് ചെയ്യുന്നത്, ആ കുട്ടിയുടെ ഓരോ കാര്യങ്ങളും കുട്ടി ആദ്യമായിട്ട് പഠിച്ചെടുക്കുന്നതും എവിടെ നിന്നാണ്? അവൻ ഏത് കുടുംബത്തിലാണോ ജനിച്ചു വീഴുന്നത് ആ കുടുംബത്തിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് സാമൂഹ്യവൽക്കരണ പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണെന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് നമുക്കറിയാം അണുകുടുംബങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ന്യൂക്ലിയർ ഫാമിലീസ് ആണ്. മാതാപിതാക്കന്മാരാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സാമൂഹ്യ ഏജന്റുമാർ എന്ന് പറയുന്നത്. ഒരു വ്യക്തി ജനിക്കുന്ന കുടുംബവും കുടുംബത്തിന്റെ പ്രദേശവും സാമൂഹ്യ വർഗവും സാമൂഹ്യവൽക്കരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട ഏജൻസി എന്ന് പറയുന്ന കുടുംബമാണ്. ഒരു വ്യക്തി ജനിക്കുന്ന കുടുംബവും കുടുംബത്തിന്റെ പ്രദേശവും സാമൂഹ്യ വർഗവും സാമൂഹ്യവൽക്കരണത്തെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. ഇനി നമ്മൾ കുടുംബത്തിന്റെ ഒരു ചെറിയൊരു നിർവചനം നോക്കുന്നുണ്ട്. ഒക്ബേൺ എന്ന് പറയുന്ന വ്യക്തി സോഷ്യോളജിസ്റ്റിന്റെ നിർവചനമാണ് നമ്മൾ നോക്കുന്നത്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് അവകാശപ്പെട്ട സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഒക്ബേൺ ആണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് നിർവചനം നൽകപ്പെട്ട സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ആരാകുന്നു? ഒക്ബേൺ ആകുന്നു. ഒരു വ്യക്തിയുടെ സ്വകാര്യ മണ്ഡലമാണ് ഏതെന്ന് പറയുന്നത്? കുടുംബം എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യ മണ്ഡലമാണ്. ഈ കുടുംബം സാമ്പത്തികവും രാഷ്ട്രീയവും വിദ്യാഭ്യാസപരവുമായ പൊതുമണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടുംബം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ രാഷ്ട്രീയവും വിദ്യാഭ്യാസപരവും പൊതുമണ്ഡലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
കുടുംബം ചില പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുകയും സാമൂഹിക ക്രമം അല്ലെങ്കിൽ സോഷ്യൽ ഓർഡർ നിലനിർത്തുകയും ചെയ്യുന്നു. കുടുംബം ചില പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങൾ നിലനിർത്തുന്നു, സോഷ്യൽ ഓർഡർ നിലനിർത്തിക്കൊണ്ടു പോകുന്നു. അപ്പൊ നമ്മൾ സാമൂഹിക വൽക്കരണം പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബം എന്നുള്ള പറയുന്ന ടോപ്പിക് കൂടി ഇപ്പൊ പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. കുടുംബം ചില പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ എന്താണ് ആവശ്യങ്ങൾ നിറവേറ്റുകയും സാമൂഹിക ക്രമം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കുടുംബ ഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബാംഗങ്ങളെ അല്ലെ, ഒരു കുടുംബത്തിന്റെ ഘടന എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്ട്രക്ചർ അല്ലെ, ഫാമിലിയുടെ സ്ട്രക്ചർ നമുക്ക് എടുക്കുകയാണെങ്കിൽ എത്രയായിട്ട് തിരിക്കുക? അണുകുടുംബം എന്നും വിസ്തൃത കുടുംബം മീൻസ് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് വിളിക്കുന്നു. അണുകുടുംബം എന്നും വിസ്തൃത കുടുംബം എന്നും അതുപോലെ തന്നെ കൂട്ടുകുടുംബം എന്നും തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ കുടുംബത്തിനെ മൂന്നായിട്ട് നമ്മൾ തരംതിരിക്കാൻ പഠിച്ചു. ഏതൊക്കെയാണ്? അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കുടുംബത്തിന്റെ ഘടനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുടുംബത്തെ മൂന്നായിട്ട് തരംതിരിക്കപ്പെട്ടത്. അവ ഏതൊക്കെയാണ്? അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം എന്നിങ്ങനെയാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. എന്താണ് അണുകുടുംബം? അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അണുകുടുംബം എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് ഓർക്കുക, അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ അണുകുടുംബം എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷെ ചിലർക്ക് ഡൗട്ട് വരുന്ന മറ്റൊരു മേഖലയാണ് വിസ്തൃത കുടുംബം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. എന്താണ് വിസ്തൃത കുടുംബം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി? ഒന്നിൽ കൂടുതൽ അണുകുടുംബങ്ങൾ ഒന്നിച്ച് അല്ലെ, ഒന്നിൽ കൂടുതൽ അണുകുടുംബങ്ങൾ, ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിയും, ഒന്നിൽ കൂടുതൽ അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം. എന്താണ്? വിസ്തൃത കുടുംബം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. അത് ഓർക്കുക. അടുത്തത് മൂന്നാമത് കൂട്ടുകുടുംബം. കൂട്ടുകുടുംബത്തിന്റെ ഡെഫിനിഷൻ ഓർക്കുക. കൂട്ടുകുടുംബം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് തോന്നും, പക്ഷേ മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. മൂന്നിൽ കൂടുതൽ തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്ന കുടുംബത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൂട്ടുകുടുംബം എന്ന് വിളിക്കുന്നത്. അപ്പൊ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് എന്താകുന്നു? മൂന്നിൽ കൂടുതൽ തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്ന കുടുംബത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൂട്ടുകുടുംബം എന്ന് വിളിക്കുന്നത്. ഇനി കുടുംബത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കപ്പെട്ടു. ഇനി കുടുംബത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളെ കുറിച്ച് കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാതൃസ്ഥാനീയ കുടുംബം, അതുപോലെ തന്നെ പിതൃസ്ഥാനീയ കുടുംബം. പേര് പോലെ തന്നെ മാതൃസ്ഥാനീയ കുടുംബം, അമ്മ, നവദമ്പതിമാർ വധുവിന്റെ മാതാപിതാക്കന്മാരോടൊപ്പം താമസിക്കുന്നതിനെയാണ് മാതൃസ്ഥാനീയ കുടുംബം എന്ന് പറയുന്നത്. വിവാഹം കഴിക്കപ്പെട്ട വധൂവരന്മാർ ആരോടൊപ്പമാണ് താമസിക്കുന്ന? വധുവിന്റെ പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരോടൊപ്പമാണ് താമസിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ മാതൃസ്ഥാനീയ കുടുംബം എന്ന് പറയുന്നു. അതേസമയം പിതൃസ്ഥാനീയ കുടുംബം എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. നവദമ്പതിമാർ, വധൂവരന്മാർ ആരുടെ വീട്ടിൽ താമസിക്കുന്നു? വരന്റെ അല്ലെ ആൺകുട്ടിയുടെ വീട്ടിൽ താമസിക്കുന്നതിനെയാണ് പിതൃസ്ഥാനീയ കുടുംബം എന്ന് പറയുന്നു. ഇനി അടുത്ത മേധാവിത്വ കുടുംബവുമുണ്ട്, മാതൃമേധാവിത്വ കുടുംബവുമുണ്ട്. പേര് പോലെ തന്നെ അവിടെ മേധാവിത്വമാണ് ഉദ്ദേശിക്കുന്നത്. പുരുഷന് അധികാരവും ആധിപത്യവുമുള്ള കുടുംബത്തെയാണ് നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്? പിതൃമേധാവിത്വ കുടുംബം എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത് പിതൃമേധാവിത്വ കുടുംബമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാതൃമേധാവിത്വ കുടുംബം സ്ത്രീകൾക്ക് കൂടുതൽ അധികാരവും ആധിപത്യവും നൽകുന്ന കുടുംബത്തെയാണ് ഏതെന്ന് വിളിക്കുന്നത്? മാതൃമേധാവിത്വ കുടുംബം എന്ന് വിളിക്കുന്നത്. അടുത്ത രണ്ടെണ്ണമാണ് മാതൃദായ കുടുംബവും പിതൃദായ കുടുംബവും. എന്താണ് മാതൃദായ കുടുംബം? വംശ പാരമ്പര്യവും മാതാവിലൂടെ നിലനിൽക്കുന്നു. വംശപാരമ്പര്യം മാതാവിലൂടെ നിലനിൽക്കുന്ന കുടുംബം. വംശ പാരമ്പര്യം ആരിലൂടെ നിലനിൽക്കുന്നു? മാതാവിലൂടെ നിലനിൽക്കുന്ന കുടുംബത്തെയാണ് മാതൃദായ കുടുംബം എന്ന് പറയുന്നത്. അതേസമയം പിതൃദായ കുടുംബം എന്ന് പറയുന്നത് വംശ പാരമ്പര്യം പിതാവിലൂടെ നിലനിൽക്കുന്ന കുടുംബത്തെയാണ് പിതൃദായ കുടുംബം എന്നും പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ ദിശാ കുടുംബം. ഒരു വ്യക്തി ജനിച്ച കുടുംബത്തെയാണ് നമ്മൾ ദിശാ കുടുംബം എന്ന് പറയുന്നത്. ഞാൻ ജനിച്ച വീട്ടിനെ ദിശാ കുടുംബം എന്ന് പറയുന്നു. നിങ്ങൾ ജനിച്ച വീട്ടിനെ ദിശാ കുടുംബം എന്ന് പറയുന്നു. പുനരുൽപാദക കുടുംബം, പേര് പോലെ തന്നെ ഒരു വ്യക്തി വിവാഹം ചെയ്ത് അയക്കപ്പെടുന്ന കുടുംബം. പെൺകുട്ടിയെ വിവാഹം ചെയ്ത് വരന്റെ വീട്ടിലേക്ക് നമ്മൾ അയക്കുന്നില്ലേ? ഇങ്ങനെ പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്ന അയക്കപ്പെടുന്ന കുടുംബത്തെയാണ് പുനരുൽപാദന കുടുംബം എന്ന്
പറയുന്നത് പഠിച്ചല്ലോ. ദിശാകുടുംബം എന്ന് പറയുന്നത് ഞാൻ ജനിച്ച വീട്ടിനെ ദിശാകുടുംബം എന്ന് പറയുന്നു. പുനരുൽപാദന കുടുംബം എന്ന് പറയുന്നത് ഒരു വ്യക്തി വിവാഹം ചെയ്ത് അയക്കപ്പെടുന്ന കുടുംബത്തെയാണ്. അടുത്തത് വാസസ്ഥലത്തിന്റെ സ്വഭാവം അനുസരിച്ച് കുടുംബാംഗങ്ങളെ മാതൃഭവനാധിഷ്ഠിതം മാട്രി ലോക്കൽ, അതുപോലെ തന്നെ പിതൃഭവനാധിഷ്ഠിതം പാട്രി ലോക്കൽ എന്നിങ്ങനെയും തരംതിരിക്കാം. ഈ രണ്ടെണ്ണം മാതൃഭവനാധിഷ്ഠിതം അമ്മയ്ക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, പിതൃഭവനാധിഷ്ഠിതം അച്ഛനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് രണ്ട് ഏത് കാറ്റഗറീസ് ആണ്? വാസസ്ഥലത്തിന്റെ സ്വഭാവം അനുസരിച്ചുള്ള കാറ്റഗറീസ് എന്ന് മാത്രം ഒന്ന് ഓർത്താൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. വളരെ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പൊ നമ്മൾ പഠിച്ചു രക്തബന്ധം വഴി ഉണ്ടാകുന്ന ബന്ധുത്വത്തെയാണ് സഗോത്ര ബന്ധുത്വം എന്ന് പറയുന്നത്. കുടുംബത്തെ കുറിച്ച് പഠിച്ചത് കൊണ്ടാണ് കിൻഷിപ്പുമായി ബന്ധപ്പെട്ട ഈ ഒരു പോയിന്റ് കൂടി നമ്മൾ ഇവിടെ നോക്കുന്നത്. അതായത് SCERT +1 ടെക്സ്റ്റിൽ അത് പറയുന്നുണ്ട്. ഫാമിലിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഞാനും ചേച്ചിയും ഞാനും ചേട്ടനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് രക്തബന്ധമാണ്. ഇങ്ങനെയുള്ള രക്തബന്ധം വഴി ഉണ്ടാകുന്ന ബന്ധുത്വത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സഗോത്ര ബന്ധുത്വം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ജനിച്ച കുടുംബത്തെയാണ് ദിശാ കുടുംബം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് അനുക്രമ ഏക വിവാഹം. ഒരു പങ്കാളിയുടെ മരണശേഷമോ വിവാഹ മോചനത്തിന് ശേഷമോ, ഒരു പങ്കാളിയുടെ മരണശേഷമോ അതല്ലെങ്കിൽ വിവാഹ മോചനത്തിന് ശേഷമോ ഒരു വ്യക്തി വീണ്ടും വിവാഹം കഴിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അനുക്രമ ഏക വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കുടുംബത്തെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സമപ്രായക്കാരുടെ സംഘങ്ങൾ. ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സമപ്രായക്കാരുടെ സംഘങ്ങൾ എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. കൂട്ടുകാരിൽ നിന്നൊക്കെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, അറിവ് നേടുന്നു, അല്ലെ? അവരുടെ സ്വഭാവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവരെന്ത് ചെയ്യുന്നു? ഇമിറ്റേറ്റ് ചെയ്യുകയും അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നു. അപ്പൊ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ മറ്റൊരു ഏജൻസിയെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്, സമപ്രായക്കാരുടെ സംഘങ്ങൾ. സമപ്രായക്കാരായ കുട്ടികളുടെ ചങ്ങാതി കൂട്ടത്തെയാണ് സമപ്രായക്കാരുടെ സംഘം എന്ന് പറയുന്നത്. സമപ്രായക്കാരുമായുള്ള ബന്ധം ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഉടനീളം വലിയ സ്വാധീനം ചെലുത്തുന്നു. അടുത്തത് വിദ്യാലയമാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അനൗപചാരിക പ്രക്രിയയിലൂടെ സാമൂഹീകരണം നടത്തുന്ന ഏജൻസികളെ കുറിച്ച് പറഞ്ഞെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കും ഔപചാരിക പ്രക്രിയയിലൂടെ സോഷ്യലൈസേഷൻ നടത്തുന്ന ഏജൻസി ഏത് എന്ന് ചോദിക്കാം. ഔപചാരിക പ്രക്രിയയിലൂടെ സാമൂഹീകരണം എന്ന് പറയുന്ന പ്രക്രിയ നടത്തുന്ന ഏജൻസി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വിദ്യാലയങ്ങളാണ്. വിദ്യാലയങ്ങളിലെ പഠനം ഒരു ഔപചാരിക പ്രക്രിയയാണ്. സ്കൂളുകൾ സാമൂഹ്യവൽക്കരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏജൻസികളാണ് എന്നുള്ളത് നിങ്ങൾ അധ്യാപക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുട്ടി സ്കൂളിലേക്ക് വരുന്നത് അറിവ് നേടുവാൻ മാത്രമല്ല എന്നും അറിയാം. അവന് സ്വഭാവ രൂപീകരണം, സോഷ്യലൈസേഷൻ തുടങ്ങിയ പ്രക്രിയയിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്? ഔപചാരിക ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ആരെ പറയാൻ കഴിയുന്നത്? വിദ്യാലയത്തെ നമുക്ക് പറയാൻ കഴിയുന്നത്. അധ്യാപകർ പകർന്നു കൊടുക്കുന്ന അറിവുകളും മൂല്യങ്ങളും കുട്ടികളെ സാമൂഹ്യവൽക്കരിക്കാൻ സഹായിക്കുന്നു എന്നുള്ള പോയിന്റ് കൂടി നോട്ട് ചെയ്യുക. അടുത്ത ബഹുജന മാധ്യമം, സോഷ്യൽ മീഡിയ, മാസ് മീഡിയ ഇവയിൽ നിന്നൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഒരു കുട്ടിയുടെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ബഹുജന മാധ്യമം നമ്മുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ടെലിവിഷൻ പോലെയുള്ള മാധ്യമങ്ങൾ കുട്ടികളുടെ സാമൂഹ്യവൽക്കരണത്തിനെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. അപ്പോൾ സോഷ്യലൈസേഷൻ, ഫാമിലി, ഈ രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ ഒരുമിച്ച് ക്ലബ് ചെയ്ത് പഠിച്ചു. വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് തലപുകഞ്ഞ് പഠിക്കേണ്ട കാര്യമില്ല. എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതിനോടൊപ്പം തന്നെ സോഷ്യോളജി എന്ന് പറയുന്ന സാമൂഹ്യശാസ്ത്രം എന്തിന് എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ മാത്രമേ നമുക്ക് സാമൂഹ്യശാസ്ത്രത്തിൽ പഠിക്കാനുള്ളൂ. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും യൂട്യൂബിൽ കാണാം. അതുപോലെ എൻട്രിയുടെ LPUP കോഴ്സിനെ കുറിച്ച് അറിയുന്നതിന് ബാനറിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. താങ്ക്